മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 5:47. നമ്മളിപ്പോൾ ഇന്ന് കൊല്ലംപൂരിന്ന് മെലാക്കയിലേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഒരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട്, ചക്രി. ഞങ്ങൾ വർക്ക് മീറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അപ്പം നടക്കാൻ പോവാം. ഒരു മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഈ വണ്ടേ കാണാം, മറ്റു കാഴ്ചകളൊക്കെ ഇനി ഇപ്പോൾ ബസ് പിടിക്കണം. നമ്മൾ ഒരുമിച്ച് ചെന്നിട്ട് നമുക്ക് പോകും. നമ്മളല്ലെങ്കിൽ കൊല്ലംപൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വണ്ടി പുറപ്പെട്ടുള്ളൂ. ഇപ്പോൾ 2.5 മണിക്കൂർ എടുക്കും നോർമലി, പക്ഷേ ട്രാഫിക് ഇടയ്ക്ക് കൂടും. മലേഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനം മെലാക്കയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്ര. അത്യാവശ്യം ദൂരമുണ്ട് ബസ്സിനായത് കാരണം. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് മെലാക്കയുടെ. അത് മാത്രമല്ല യുനെസ്കോ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. ഫൈനലി മെലാക്കയിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബസ് വിട പറഞ്ഞു നോക്കിയാണ്. ഇതാ കാണുന്നതാണ് നമ്മളുടെ മെലാക്ക സെൻട്രൽ ഓവർ ബ്രിഡ്ജ്. ഇത് മെലാക്ക സെൻട്രൽ ആണെങ്കിൽ ഒരു സിറ്റി ഏരിയ പോലെ നമുക്ക് തോന്നുന്നില്ല. കൂടുതലും ഈ മലേഷ്യൻ വില്ലേജ് ഏരിയകളുടെ ഒരു മട്ടാമിക്ക തുടങ്ങിയിരിക്കും. ഒഴിഞ്ഞു കിടക്കുന്ന മതിലയിലൊക്കെ ആൾക്കാർ ഇവിടെ പല പല ചിത്രപ്പണികൾ നടക്കി വെച്ചേക്കുക. കാരണം ഇവിടെ ഒന്നും ആൾക്കാരില്ല, കുറെ കെട്ടിടങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കാം. നമ്മളതുപോലെ നടന്ന് മെലാക്കയുടെ റിവർ വാക്ക് സൈഡിലേക്ക് എത്തി. ആക്ച്വലി നമ്മുടെ ഹിസ്റ്റോറിക്കൽ പാർട്ട് ഓഫ് മെലാക്ക തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. വലിയൊരു കെട്ടിടം നിൽപ്പുണ്ട്, പേരത് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലെ തന്നെ ഉണ്ട്. ഈ ബോട്ട് പോകുന്നുണ്ട്. ഇതുപോലത്തെ റിവർ ക്രൂസർ എപ്പോഴും ഇടവിട്ട് ഇതിൽ പൊക്കോണ്ടിരിക്കും. കംപ്ലീറ്റ് ടൂറിസ്റ്റുകളായിരിക്കും അതിലേക്ക്. നമ്മളിപ്പോ മെലാക്കിലെ റിവർ സൈഡ് വാക്ക് നടക്കുക. ഈ ഒരു എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തോട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ മെലാക്ക സിറ്റി സെന്റർ എത്തും. അവിടെ അടുത്തടുത്ത് തന്നെയാണ് മറ്റെല്ലാ കാഴ്ചകൾ. ഡച്ച് സ്ക്വയർ, അതുപോലെ തന്നെ വോക്ക് സ്ട്രീറ്റ്, വിന്റേജ് നൈറ്റ് മാർക്കറ്റ്, പിന്നെ ലിറ്റിൽ ഇന്ത്യ. ഞാനിപ്പോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ മെലാക്ക റിവർ ക്രൂസ്. നമ്മളങ്ങനെ ലേക്കിന്റെ അപ്പുറത്തെ വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. താഴത്ത് പോയിട്ട് ബോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ശരിക്കും രാത്രി അടിപൊളിയാണ്. കംപ്ലീറ്റ് ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരമാക്കി എടുക്കും ഇവിടെയൊക്കെ. മോളായിട്ട് കംപ്ലീറ്റ് ചൈനീസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് പത്തൊക്കെ പോലത്തെ തൂക്കിട്ടേക്കുന്നത് മറ്റു ദ്വാരങ്ങളൊക്കെ. നമ്മൾ നേരത്തെ കണ്ട മെലാക്ക നദിയുടെ മറ്റൊരു ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. റിവറിന്റെ മറ്റേ സൈഡിലായിട്ട് നമുക്ക് ഫെറിസ് വീലും അതുപോലെ തന്നെ ഒരു കാറ് തല വീഴായിട്ട് വെച്ചേക്കുന്നത് എന്തൊക്കെയോ ഡിസൈനൊക്കെ കാണാം. മെലാക്കയിലെ ഫേമസ് അട്രാക്ഷൻ ആയിട്ടുള്ള ചെങ് ഹോങ് ടെമ്പിളിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലൊക്കെ ഇഷ്ടംപോലെ ബുദ്ധഭിക്ഷുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ബുദ്ധ ടെമ്പിൾ. ഈ ഒരു ചൈനീസ് ടെമ്പിളിനുള്ളിൽ തന്നെ ഒരു ബുദ്ധിസം, കൺഫ്യൂഷ്യനിസം, താവോയിസം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി മെലാക്കയിലെ ഏറ്റവും പഴക്കമുള്ള ചൈനീസ് ടെമ്പിൾ തന്നെ വേണമെങ്കിൽ പറയാം ഈ ചെങ് ഹോങ് ടെമ്പിൾ. 1673 ഈ ടെമ്പിളിൽ യുനെസ്കോന്റെ പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് പുനരുദ്ധീകരിച്ചതിന്റെ അവാർഡ്. ഈ ടെമ്പിളിലെ പുനർനിർമ്മാണത്തിനും അതുപോലെ സൂക്ഷിക്കുന്നതും ഒക്കെ ഇവിടുത്തെ മെയിൻ ചൈനീസ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ബുദ്ധിസ്റ്റ്, താവോയിസ്റ്റ് കമ്മ്യൂണിറ്റീസ്. ഹുവാൻ യിൻ പേരിലുള്ള ഒരു ചൈനീസ് ദൈവത്തിന്റെ രൂപമാണ്. അതായത് കരുണയുടെ ദൈവം ഒക്കെ നമുക്ക് പറയും. പ്രാർത്ഥനക്കായിട്ട് വരുന്ന മിക്കവരും ഇവിടെ എന്തെങ്കിലും ഒരു ഓഫറിങ്സ് കൊടുക്കാറുണ്ട്. ഒട്ടനവധി ടൂറിസ്റ്റുകളും വലിയ മലേഷ്യക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വർഷം വന്നുകൊണ്ടിരിക്കും. ഒരുപാട് ചൈനീസ് റൈറ്റിംഗ്സ് കൂടെ മലയാളത്തിൽ കാണാൻ. മിക്കത് ഏൻഷ്യന്റ് ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നത്. 400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ബുദ്ധവിഹാരത്തിൽ അവരിപ്പോഴും ആ പഴയകാല ചിത്രപ്പണികളും ഇവരുടെ ആർക്കിടെക്ചറൽ രീതികളെല്ലാം അവർ ഇപ്പോഴും പിന്നിട്ടുണ്ട് വരികയാണ്. ഒരു ചെറിയൊരു കുറെ പ്രെയർ ഹോളുകൾ നമ്മൾ ആദ്യം കണ്ടത് മെയിൻ പ്രെയർ ഹോൾ. നമ്മൾക്ക് ഇനിയിപ്പോൾ എന്തായാലും നടന്ന് പുറത്തേക്ക് പോകാൻ ഇവിടെ ഇത്രയൊക്കെയുള്ള കാഴ്ചകൾ. നമ്മളിപ്പോ ലിറ്റിൽ ഇന്ത്യ ചൈന ടൗൺ ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ചെങ് ഹോങ് ടെമ്പിളൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിലൊക്കെ മെലാക്ക പോർച്ചുഗീസുകാർ കീഴിലായിരുന്നു. കാരണം ഇവിടുത്തെ പല കെട്ടിടങ്ങൾക്ക് അവർ പോർച്ചുഗീസ് നിർമ്മാണ ശൈലി നമുക്ക് കാണാൻ പറ്റും.
മലേഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമാണ് മലാക്ക. ചെറിയ സംസ്ഥാനവും ഒരുപാട് പ്രത്യേകതകൾ കൂടിയുള്ള ഒരു സ്ഥലമാണ് മലാക്ക. ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതൽ ലിറ്റിൽ ഇന്ത്യ ഏരിയ. നമ്മളങ്ങനെ നടന്നെത്തിയത് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. മിങ് സിംഗ് ചാരിറ്റി ബിൽഡിംഗ് എന്നാണ് ഇതിന്റെ പേര്. ജാപ്പനീസ് ഭരണകാലത്ത് മലാക്കയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. മൃഗീയമായ രീതിയിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ആയിരുന്നു ഇതിൻ്റെ ഉള്ളത് നടന്നെത്തിച്ചത്. ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പല സ്വരങ്ങളൊക്കെ കേൾക്കാനൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളങ്ങനെ അതൊക്കെ പിന്നിട്ട് ഇപ്പോൾ റെഡ് സ്ക്വയറിലേക്ക് നടക്കുകയാണ്. റെഡ് സ്ക്വയർ അഥവാ ഡച്ച് സ്ക്വയർ. ചുറ്റും കാണുന്ന എല്ലാ ചുവന്ന കെട്ടിടങ്ങളെല്ലാം 1600 പണി കഴിപ്പിച്ചത്. ഈ ക്രൈസ്റ്റ് ചർച്ചാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. ഇതിൻ്റെ നിർമ്മിതിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ ഇഷ്ടികളൊക്കെ ഹോളണ്ട് അഥവാ നെതർലൻഡ്സിൽ നിന്നായിരുന്നു എല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചത്. ക്വീൻ വിക്ടോറിയ ഫൗണ്ടൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണും. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബുക്കിറ്റ് മലാക്ക അഥവാ സെൻറ്റ് പോൾസ് ഹിൽ കാണാം. നമുക്കിനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വിശുദ്ധ പോളിൻ്റെ പേരിലുള്ള ഈ പള്ളിയെ 16-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ എപ്പോഴും പണി കഴിപ്പിച്ചു. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ പള്ളി ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. മുകളിൽ റൂഫൊന്നുമില്ല. വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി ശരിക്കും ഗോവയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെമ്പററി ആയിട്ട് ഈ പള്ളിയിലായിരുന്നു അന്ന് സൂക്ഷിച്ചിരുന്നത്. നമ്മളിപ്പോൾ സെൻറ്റ് പോൾസ് കത്തീഡ്രലാണുള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പഴയ ഒരു പള്ളി. പള്ളിയിൽ നിന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ കണ്ട പോലെ കുറച്ച് മതിൽക്കെട്ടുകളും കുറച്ച് ഇതുപോലത്തെ കല്ലുള്ള എഴുത്തുകളും 1600 കാലഘട്ടത്തിൽ ഇവിടെ സേവനം ചെയ്തെന്ന് വെച്ചാൽ പുരോഹിതന്മാരുടെയൊക്കെ ശവകുടീരങ്ങളിൽ കാണുന്നതൊക്കെ. നമ്മളങ്ങനെ സെൻറ്റ് പോൾസ് ഹില്ലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ആ കാണുന്നതാണ് പള്ളി. നമ്മളങ്ങനെ ഫൈനലി ജോങ്കർ സ്ട്രീറ്റിലെത്തി. ജോങ്കർ സ്ട്രീറ്റിലെ കാഴ്ചകളായി. ജോങ്കർ സ്ട്രീറ്റിൽ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ എപ്പോഴും. ഇതിപ്പോൾ ചൈനീസ് ന്യൂ ഇയറിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തേ. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തിരക്കാണ് മുന്നോട്ട്. മുകളിൽ കണ്ട ഒരു വലിയ ഡ്രാഗൺ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സ്ട്രീറ്റ് ആക്ച്വലി ഏറ്റവും ലൈവ് ആവുന്ന ഈവനിങ് ടൈമിലാണ്. രാത്രി ആയിരിക്കുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് അപ്പ് ചെയ്തിട്ടേക്കും ഇവിടെയൊക്കെ. ശനി ഞായറോടെ ആക്ച്വലി ജോങ്കർ സ്ട്രീറ്റ് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആവുന്നത്. ആ സമയത്താണ് കംപ്ലീറ്റ് ഈ കച്ചവടങ്ങളും കാര്യങ്ങളെല്ലാം. ഇവിടെ ഒരാളെന്നുണ്ട് മുട്ട വെച്ചിട്ടുള്ള എന്തോ ഒരു ബർഗറോ ബണ്ണോ അങ്ങനെന്തോ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം സ്ക്യൂവേഴ്സിലുള്ള കുറേ മീറ്റ് എന്തൊക്കെയോ ഉണ്ട്. പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച അതിപുരാതനമായ കെട്ടിടങ്ങൾ ഈ ജോങ്കർ വാക്കിന് 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ എടുക്കുകയാണ്. ഞാൻ മുകളിൽ ചൈനീസ് ലാൻഡേൺസ് എല്ലാം കുറേ കണ്ടായിരുന്നു. ഈ സ്ട്രീറ്റിൽ കൂടുതൽ ഞാൻ കണ്ടത് ചൈനീസ് അതുപോലെ തന്നെ ഫോറിനേഴ്സാണ്. ഫാദർ ഓഫ് ബോഡി ബിൽഡിംഗ് ഇൻ മലേഷ്യ എന്നറിയപ്പെടുന്ന ഗാൻ ബൂണിൻ്റെ പ്രതിമയാണ് കാണുന്നത്. ഞാനങ്ങനെ തിരിച്ച് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. നമുക്കിത് ഇവിടെ കാണാം മീൻ, അതുപോലെ തന്നെ ഒക്ടോപ്പസ്, സ്ക്വിഡ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഐറ്റംസ് തന്നെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓയിസ്റ്റേഴ്സ് ഒക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എടുത്തിനകത്ത് റെഡിയാക്കി തരും. ഇതെനിക്കൊന്ന് കോഴിയുടെ ഇന്നറാണെന്ന് തോന്നുന്നു. ഇൻറ്റസ്റ്റൈൻസോ ലിവർ എന്തൊക്കെയാണെന്ന് ഒരു ചെയ്തെടുക്കുക അതിൻ്റെ മീറ്റ് ഉൾപ്പെടെ. പിന്നെ ലോബ്സ്റ്റർ വെച്ചുള്ള എന്തോ ഒരു ഐറ്റം. നമ്മൾ നടന്ന് നേരെ ഏകദേശം ഇരുട്ടി തുടങ്ങി. ഒന്നും കഴിച്ചിട്ടില്ല. സോ നമ്മൾ ഇവിടുന്ന് കുറച്ച് നാസി ലമ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് സൈഡ് ഡിഷസ്, സ്ക്വിഡും ചിക്കൻ എല്ലാത്തിനും ഒരു ചെറിയ മധുരം ഉണ്ടാവട്ടെ. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ചക്രിക്ക് ഓയിസ്റ്റർ ഓംലെറ്റ് ആയിട്ടുള്ളൂ പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഇതൊക്കെ ഒരു മാവ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഓംലെറ്റ് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഓയിസ്റ്റേഴ്സും ഇട്ടെന്തോ സോർട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. സ്കാലിയൻസ് ഒക്കെ ഇട്ട്. ഇതാണ് ഐറ്റം നമ്മൾക്ക് വേണ്ടി ആ പാക്ക് ചെയ്യുന്നത്. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലാണ് ആക്ച്വലി ജോങ്കർ സ്ട്രീറ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത്. രാത്രി 12 മണി വരെ ഉണ്ടാവും. ഈ സ്ട്രീറ്റിലേക്ക് ട്രാഫിക് അലൗഡ് അല്ല. വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്യും ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ. നമ്മളിപ്പോൾ നടന്ന് ജോങ്കർ സ്ട്രീറ്റിൻ്റെ മറ്റേ അറ്റത്തേക്ക് എത്തി. വേണ്ട അതിൻ്റെ എക്സിറ്റ് കവാടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മലാക്കയിൽ നിന്ന് വിട പറയാണ്. ജോങ്കർ റോക്കായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. ഇനി ഇവിടെ നേരെ മലാക്ക സെൻറ്ററിൽ അവിടെ തിരിച്ച് കൊല്ലാലം. എല്ലാവർക്കും